നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് വെക്കും. ആ സമയത്ത് നിങ്ങളുടെ കാലം എന്ത് ചെയ്യും? പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലം മുകളിലോട്ട് അയഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യും? വണ്ടി പിന്നെ ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടി ഉണ്ടാകും. നിങ്ങൾ ഇന്നൊരു വീഡിയോ നിങ്ങൾ അത് നാണം വിചാരിക്കേണ്ട. ഇത് ഇനിയിപ്പോ ഞാനിത് ചോദിച്ചാൽ ആരും വേറെ എന്തെങ്കിലും പറയാ കുറ്റപ്പെടുത്തുമോ? നിങ്ങൾ അതൊന്നും വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. ഈ ഒരു രീതിയിൽ എടുത്ത് നമുക്ക് ബാക്കിലേക്ക് ഉരുളാതെ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ ഒരു ഇഞ്ച് പോലും ബാക്കിലേക്ക് ഉരുളാതെയും അതുപോലെ തന്നെ വണ്ടി ഓഫ് ആകാതെയും കൃത്യമായിട്ട് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ കയറ്റത്തിൽ ചിലപ്പോൾ ട്രാഫിക്കുകൾ കാണും. അപ്പം ട്രാഫിക്കിലും കിടക്കുന്ന സമയത്ത് നിർത്തി എടുക്കാനും ഉണ്ട്. കയറ്റമാണ്. അപ്പൊ ആ നിർത്തി വണ്ടി ഓഫ് ആകാതെ കറക്റ്റ് ബാക്കിലെല്ലാം വണ്ടികളാണ്. ആ സമയത്തെല്ലാം എങ്ങനെ ബാക്കിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് വണ്ടി ഓഫ് ആകാതെ എങ്ങനെ കൃത്യമായിട്ട് വണ്ടി മുൻപോട്ട് എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അറിയാവുന്നവർ ആരും ഇത് കാണണമെന്നേ ഇല്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അവർക്കാണ് സംശയങ്ങളും കാര്യങ്ങളെല്ലാം പേടികളെല്ലാം ഉണ്ടാകുന്നത്. വണ്ടി ബാക്കിലേക്ക് ഉരുളൊന്നും അതുപോലെ വണ്ടി ഓഫ് ആയി പോകുന്നുള്ള പേടികളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം പലരും ലൈസൻസും കയ്യിൽ വെച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറി ഇരിക്കാൻ അറിയാൻ മേലാത്ത പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു കയറ്റത്തിൽ നിന്ന് എടുക്കാനുണ്ട്. ഇവിടെ നിന്ന് എടുക്കുമ്പോഴും നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതിരിക്കുന്നത് ഒന്നാമതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓഫാകും, നമ്മൾ കാലെടുക്കുന്നുണ്ട് ഓഫാകും. അതേസമയത്ത് നമ്മുടെ സീറ്റ് ക്ലിയർ അല്ലെങ്കിലോ നമ്മൾ എത്താതെ വരുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന സമയത്ത് തെറിച്ച് പോയി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിപ്പിടങ്ങൾ ക്ലിയർ ആക്കുക. അതിനെപ്പറ്റി ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ തന്നെ വലിയ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് സീറ്റ് തരുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ കാര്യങ്ങൾ മനസ്സിലാകും. എന്നാൽ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ആക്കി വെക്കുക. എന്നാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴും ക്ലച്ച് ചവിട്ടുമ്പോഴും ആക്സിലേറ്റർ ചവിട്ടുമ്പോഴും എല്ലാം നമ്മൾ സ്റ്റിയറിംഗെ പിടിച്ചോണ്ടാണ് നമ്മൾ വണ്ടി നിർത്തേണ്ടതും ഓടിക്കേണ്ടതും അല്ല. ആ സമയത്ത് നമുക്ക് കൈയും കാലും കൃത്യമായിട്ട് എത്തിയാൽ മാത്രമേ ചെയ്തുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി നിർത്താനൊക്കെ പറ്റുള്ളൂ. അപ്പൊ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ. ഞാൻ ആ വണ്ടി ന്യൂട്രലാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തു. ഇതല്ലേ ബ്രേക്കിലാണ് എന്റെ കാലിരിക്കുന്നത്. ഞാൻ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിടുക. കാരണം ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും തീരുന്നത് നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി എടുക്കാൻ നിൽക്കരുത്. ബ്രേക്ക് വിട്ട് എടുത്താൽ കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് കിടന്നാൽ അത് ബ്രേക്കാണ്, അത് നമ്മുടെ വീലിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. ആ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് ആ ഡിസ്കിലൂടെയാണ് ഇത് ബ്രേക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കാതെ നമ്മൾ അല്ലാതെ തന്നെ എടുക്കണം. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നവർക്കുള്ള ബ്രേക്കാണ് പെഡൽ ബ്രേക്ക്. ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാതെ വണ്ടിയിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ബ്രേക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ബ്രേക്ക് വെച്ച് ക്ലച്ച് വെട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ആദ്യം അവർക്ക് മനസ്സിലാകത്തില്ല. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പം ഇത് കയറ്റമാണോ ഇറക്കമാണോ നിരപ്പാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. എല്ലാം നിരപ്പായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റരുത്. ഇങ്ങനെ പതിയെ എടുത്ത് നോക്കുക. അപ്പൊ പതിയെ എടുത്ത് നോക്കുന്ന കൂട്ടത്തില് വണ്ടി ബാക്കിലേക്ക് ഉരുളുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ഗിയർ ഫസ്റ്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. അപ്പൊ വണ്ടി മുമ്പോട്ടാണല്ലോ പോവുള്ളൂ. അപ്പൊ പിന്നെ ബാക്കിലേക്ക് പോകാനുള്ള കാരണം അത് കയറ്റത്ത് കിടക്കുന്നതായതുകൊണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും ചെയ്യണം, അത്രയും ബ്രേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. ഇത് കണ്ടല്ലേ ഈ പരിഭാഗം കണ്ട, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിറയൽ പോലൊക്കെ ഉണ്ടാകും. ഈ വിറയൽ വരുന്ന വരെ നിങ്ങൾ ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക. കണ്ടില്ലേ ഇപ്പോൾ ഒരു വിറയൽ വന്നു കണ്ട. ഒരു വിറയൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്രേക്കിൽ നിന്നും പതിയെ എടുത്ത് മാറ്റിയാൽ മതി. ഈ ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴും വിറയൽ നിൽക്കുകയാണെങ്കിൽ കണ്ട സ്വല്പമായിട്ടൊന്ന് ആശയിട്ട് താങ്ങി ആ വിറയൽ മാറ്റി കൊടുക്കുക. കണ്ട മാറ്റിക്കൊണ്ട് ക്ലച്ചിൽ നിന്നും മെല്ലെ എടുക്കുക. ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ എടുത്ത് നമുക്ക് ബാക്കിലേക്ക് ഉരുളാതെ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കാം. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി. വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള
ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കുകളും ടിപ്സുകളും എന്താണ് വീഡിയോയുടെ പറയാത്തതെന്ന് ചോദിച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മിസ്റ്റേക്ക് ഇതല്ലാതെ കൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും വെച്ചാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാറുകയല്ല, നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് പോലെ കാണുമ്പോൾ പേടി ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാതെ. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് വരെ പ്രായം കൊണ്ടായിരിക്കും ഇനി നിർത്തിക്കൊന്നും പറഞ്ഞോണ്ട്. എന്റെ വീഡിയോ എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, 10-75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങളെ വീഡിയോ കണ്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചുറ്റുപാട് വണ്ടി 10-25 വയസ്സുള്ളവർ വരെ ഓടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വണ്ടി വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ച് വണ്ടി ഓടിക്കാതിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജില്ല ഏതാണ്? പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ സ്ഥലത്ത് വരുമോ എന്ന്. നിങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇങ്ങനെ നമ്മളെ എവിടെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ആദ്യമേ നമ്മളൊന്ന് ബ്രേക്കിൽ നയിച്ചു നോക്കണം. ഈ ബ്രേക്കിൽ നിന്ന് നയിച്ചു നോക്കുമ്പോൾ ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ബൈറ്റിംഗ് പോയിന്റ്, അതായത് ആ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്കിനെ പതിയെ എടുത്ത് നോക്കുന്നതാണ് നമുക്ക് ബാക്കിലേക്ക് മുന്നോട്ട് ഉരുളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ കയറ്റത്തിലെ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമേ എടുത്ത് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു രീതിയിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ബ്രേക്കിൽ കാല് വെച്ചു ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുക. ആ വൈബ്രേഷൻ വരുന്നിടം വരെ നിങ്ങൾ സ്വല്പം ഇങ്ങോട്ട്, നിങ്ങൾ ഒരുപാട് സമയം എടുക്കും നിങ്ങൾ അവിടെ വരെ വരാൻ, ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചു നേരം എടുത്തിട്ട് വരുന്നില്ലതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ വണ്ടി അഥവാ ഇനി വണ്ടി ഓഫ് ആയി പോലെ വേണ്ട, നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാൻ നോക്കും. അന്നേരം പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് വെക്കും. ആ സമയത്ത് നിങ്ങളുടെ കാലം എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലം മുകളിലോട്ട് അയഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി പിന്നെ ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടി ഉണ്ടാകുന്നത്. നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ബൈറ്റിംഗ് പോയിന്റ് ശ്രദ്ധിക്കുക. ആ ബൈറ്റിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ മുൻപോട്ടും പോകില്ല, ബാക്കിലേക്കും പോകില്ല. ബൈക്കിന് പോയിന്റ് പിന്നെ വണ്ടി അവിടെ നിന്നു. ബൈറ്റിംഗ് പോയിന്റ് നിന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴും ആ വൈബ്രേഷൻ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല കയറ്റത്തിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വൈബ്രേഷൻ, അതായത് ഇവിടെ കിടക്കുന്ന നമ്മുടെ ആ ഒരു ജെർക്കിംഗ് ഉണ്ടല്ലോ, ആ ജെർക്കിംഗ് നിങ്ങൾ ആക്സിലേറ്ററിൽ മാറ്റി കൊടുക്കുക. അപ്പൊ ക്ലച്ചിൽ നിന്ന് ഒരു നമ്മൾ കാല് പൊക്കുക ചെയ്ത് നമ്മൾ ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് തന്നെ വെച്ചിരിക്കണം. ആ സൗണ്ട് വ്യത്യാസം മാറും. അപ്പൊ എന്ത് ചെയ്യാം, പോയിന്റ് എടുക്കുമ്പോഴും ആ വൈബ്രേഷൻ ആണെങ്കിൽ വീണ്ടും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കാതെ ആക്സിലേറ്റർ വീണ്ടും താത്തു കൊടുക്കുക. ആക്സിലേറ്റർ വീണ്ടും താത്തു കൊടുക്കുമ്പോൾ വൈബ്രേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്ന് വീണ്ടും ഒരു പോയിന്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലച്ചും ആക്സിലേറ്ററും തമ്മിൽ ഒരുപാട് നിങ്ങൾ റേസും ചെയ്യാതെ, ഒരുപാട് ക്ലച്ചിൽ നിന്ന് എടുക്കാതെ, ഇത് കണ്ട ഒരു താളത്തിനനുസരിച്ച് പോയിന്റ് അനുസരിച്ച് പൊക്കുക താക്കുക. ആ ഒരു മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കണ്ട ഇതേപോലെ നമുക്ക് വണ്ടി ഏത് കയറ്റത്തിലും ബാക്കിലെ ഉരുളാതും ഓഫ് ആകാതെ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തരം യൂസ്ഫുൾ ആയി എന്നുള്ളതും. പിന്നെ പലരും വന്നിട്ട് വാട്സാപ്പിൽ വന്നിട്ട് സംശയങ്ങൾ ചോദിക്കണം. ഞാൻ ദയവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വാട്സാപ്പിൽ വന്ന് നിങ്ങൾ മെസ്സേജ് ഇടരുത്, ഇന്ന കാര്യം വീഡിയോ ചെയ്യാവുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം, ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങൾ ഇന്നൊരു വീഡിയോ നിങ്ങൾ അത് നാണം വിചാരിക്കേണ്ട, ഇതിനിപ്പോ ഞാനിത് ചോദിച്ചാൽ ആരും വേറെ എന്തെങ്കിലും പറയാോ കുറ്റപ്പെടുത്തുമോ, നിങ്ങൾ അതൊന്നും വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ അതിന്റെ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ.